ഹലോ. അപ്പം ഞങ്ങളങ്ങനെ 8 കിലോമീറ്ററോളം നടന്ന് വാട്ടർ ഫാൾസിൻ്റെ അരികിലെത്തിയിരിക്കുകയാണ്. മലയാളികൾ ഇന്ന് വരെ ഇങ്ങനെ ഒരു വാട്ടർ ഫാൾസ് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാവും ഇവിടെ വന്നവർ, വരാത്തവർ ഇന്ന് വരെ ഇങ്ങനെ ഒരു വാട്ടർ ഫാൾസ് കണ്ടിട്ടില്ല. ഒരുപാട് വാട്ടർ ഫാൾസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. 5ഉം 6ഉം പല തരത്തിലും പല ദിശയിലും പല ലെങ്ത്തിലും ആഴത്തിലൊക്കെ ഒഴുകുന്ന ഒരുപാട് 10 തരം വാട്ടർ ഫാൾസ് ഞാൻ മേഘാലയയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷെ ഇതുപോലൊരു വാട്ടർ ഫാൾസ് ലോകത്ത് തന്നെ ഇല്ല കേട്ടോ. ഏറ്റവും അടുത്ത് നമുക്ക് തൊടാൻ പറ്റുന്ന ഏറ്റവും ലെങ്ത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന അതിമനോഹരമായ വാട്ടർ ഫാൾസാണ്. ജീവിതത്തിൽ ഒരു തവണ ഈ വാട്ടർ ഫാൾസ് കാണാതെ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. എനിക്ക് വാട്ടർ ഫാൾസ് കാണുന്നതുകൊണ്ട് യാതൊരു നിർബന്ധമില്ല. ഈ ഒരു വാട്ടർ ഫാൾസിനോട് എനിക്ക് വാട്ടർ ഫാൾസിൻ്റെ ഭംഗിയും ആ ഒരു വികാരവും എനിക്ക് ഇതോടുകൂടി മതിയായി. കാരണം എനിക്ക് വാട്ടർ ഫാൾസ് കാണണ്ട. ഈ ഒരു വാട്ടർ ഫാൾസ് കണ്ട എനിക്കൊരു വാട്ടർ ഫാൾസ് കാണേണ്ടതാണ്. ഒരുപാട് വാട്ടർ ഫാൾസ് കണ്ടു. കേരളത്തിലും മറ്റു അന്യ സംസ്ഥാനങ്ങളിലും ഒരുപാട് വാട്ടർ ഫാൾസ് കണ്ടു. പക്ഷേ ഈ ഒരു വാട്ടർ ഫാൾസ് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം തൊടാൻ പറ്റുന്നത് ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഒരുപാട് വെള്ളം നല്ല ലെങ്ത്തിൽ ആഴത്തിലേക്ക് ഒഴുകിപ്പോകുന്ന അതിമനോഹരമായ വാട്ടർ ഫാൾസ്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു വാട്ടർ ഫാൾസിനെ നിങ്ങൾ കാണാതെ പോകരുത്. മലയാളികൾ തീർച്ചയായിട്ടും ഇവിടെ വരണം, ആസ്വദിക്കണം, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണം. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഫാമിലി ആയിട്ട് വരാം, അല്ലാതെ ഫ്രണ്ട്സായിട്ട് വരാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു വാട്ടർ ഫാൾസിനെ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് കാണണം. നമ്മൾ വാട്ടർ ഫാൾസിൻ്റെ കാഴ്ചകളിലേക്ക് കാണാം. ഓക്കെ ഡേസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ വാട്ടർ ഫാൾസിനെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഇപ്പം ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്താണ്. അപ്പോൾ അവിടം വരെ പോകാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അവിടം വരെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഭയങ്കര സൗണ്ടാണ്. അവിടുന്ന് വെള്ളം ആ പാറയിലേക്ക് വീഴുന്നതിൻ്റെ ഫോർസിലതിൻ്റെ അതിമനോഹരമായ വാട്ടർ ഫാൾസാണ്. അപ്പോൾ നമുക്ക് അടുത്ത് പോകാൻ പറ്റും. എനിക്ക് പേടിയാണ്. കാരണം തെന്നി പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തെന്നി കഴിഞ്ഞാൽ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിൽ പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ബോർഡിൽ കൃത്യമായി നമുക്ക് വാണിംഗ് തന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് ദ ഇൻസൈഡ് ഓഫ് ദ റിവറിന് കൃത്യമായിട്ട് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുവരെ പോകുമായിരുന്നു. പക്ഷേ പ്രതികൂലമാണ്. കാരണം കാലാവസ്ഥകളൊക്കെ നോക്കി അവിടെ മറ്റും പാലൊക്കെ വന്ന് പെട്ടെന്ന് തെന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഒഴുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനുണ്ടാവില്ലെന്നാണ് ഭായി പറഞ്ഞത്. അത് അതിമനോഹരമായ ഒരു അടിപൊളി മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വാട്ടർ ഫാൾസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഹൈറ്റ് എടുത്ത് കാണിച്ചില്ല. നല്ല അടിപൊളി. ഇവിടെ കാറ്റിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കണം 30 മീറ്റർ ദൂരത്ത് നിന്ന്. അപ്പോൾ ഈ കാഴ്ച നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും കാണണം. ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്.